ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിൽ പല ആൾക്കാരും വിചാരിക്കാറുണ്ട്, ഒരു നല്ല വണ്ടി വാങ്ങിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു പുതിയ ഫോൺ മേടിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു നല്ല ജോലി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാകും എന്ന്. പക്ഷെ സത്യം പറയാലോ, നമ്മുടെ ഈ പുറത്തുള്ള കാര്യങ്ങൾ തരുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് ടെമ്പററിയാണ്. സന്തോഷമായിട്ട് നമുക്ക് ജീവിക്കണ്ടേ എന്ന് ചോദിക്കാത്ത ആളുകൾ ഉണ്ടാവില്ല, അല്ലേ? അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ എപ്പോഴും സന്തോഷം കണ്ടെത്തുക? ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ ആർട്ട് ഓഫ് ബീയിങ് ഹാപ്പി ഫ്രം ഇൻസൈഡ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കോർ പോയിൻറ്റ്സുകൾ നിങ്ങളുമായിട്ട് പറയുവാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് എൻ്റെ വീഡിയോ കേൾക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻസിൽ മെൻഷൻ ചെയ്യാം. ഓക്കെ, അതിൽ ആദ്യമായിട്ട് പറയുന്നൊരു പോയിൻ്റ് എന്ന് പറയുന്നത് കമ്പാരിസൺ ട്രാപ്പിനെ പറ്റിയിട്ടാണ്. സ്റ്റോപ്പ് കമ്പയറിങ് യുവർ ലൈഫ് വിത്ത് അതേഴ്സ്, എസ്പെഷ്യലി ഓൺ സോഷ്യൽ മീഡിയ. അല്ലേ, നമ്മുടെ സന്തോഷം നഷ്ടപ്പെടുത്തുന്നതിന് ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് കമ്പാരിസൺ തന്നെയാണ്. മറ്റുള്ളവരുടെ സ്ക്രീനിലെ ലൈഫ് കണ്ടിട്ട് നമ്മുടെ റിയൽ ലൈഫിനെ കുറിച്ച് വിഷമിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം. നമ്മുടെ യുണീക്ക് ജേണിയെ അക്സെപ്റ്റ് ചെയ്യുക. നമ്മൾ മറ്റുള്ളവരുടെ ലൈഫ് വെച്ചിട്ട് അയ്യോ എനിക്കിത് കിട്ടുന്നില്ലല്ലോ, എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്കത് നടക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ വിഷമിച്ചുകൊണ്ടിരിക്കാതെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ യുണീക്കായിട്ടുള്ളൊരു ജേണി ഉണ്ടല്ലോ, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ആദ്യത്തെ പോയിൻ്റായിട്ട് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് വരുന്നതെന്ന് വെച്ചാൽ ഷിഫ്റ്റ് ഫോക്കസ് ടു ദ ഗ്രാറ്റിറ്റ്യൂഡ്. അല്ലേ, അതായത് നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങളായാൽ പോലും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ചെറിയ കാര്യങ്ങളാവാം, അതുപോലെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ നമുക്ക് സ്വന്തമായിട്ട് ഒരു സെൽഫ് ലവ്, സെൽഫ് അപ്രീസിയേഷൻ ഇതൊക്കെ കൊണ്ടുവരിക. ഉള്ളതിൽ നിന്ന് സന്തോഷം വരാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ് മെയിനായിട്ട് ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അല്ലേ, നമുക്ക് എന്തുണ്ടോ അതിൽ നമ്മൾ എന്ത് ചെയ്യുക, സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ഇന്നലെ നമുക്കില്ലാതിരുന്ന എന്നാൽ ഇന്ന് നമ്മുടെ കയ്യിലുള്ള ചില നല്ല നല്ല കാര്യങ്ങളുണ്ടാവും, അതിനെപ്പറ്റി ആലോചിക്കുക. ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മെൻ്റൽ താങ്ക് യു, അത് ഒരു ഒരു മെൻ്റൽ താങ്ക് യു ഫോർ എവറി ഡേ വിൽ ചേഞ്ച് യുവർ മൈൻഡ് സെറ്റ് കംപ്ലീറ്റ്ലി എന്നാണ്. അതായത് നമുക്കിപ്പോൾ ഇന്നലത്തെ കാര്യങ്ങൾ, നമ്മുടെ പാസ്റ്റിൽ നമുക്ക് ഇല്ലാതിരുന്നത് എന്ത്, അത് ഇന്നുണ്ട് എന്നതിനെ പറ്റി ചിന്തിക്കുക. അത് നമുക്ക് തരുന്നൊരു മെൻ്റൽ പ്ലഷറുണ്ട്, അത് നമ്മൾ എന്ത് ചെയ്യുക, അതിൽ നമ്മൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കൺട്രോൾ വാട്ട് യു ക്യാൻ, ഡീറ്റാച്ച് ഫ്രം വാട്ട് യു കാൺട്ട്. അല്ലേ, ഒരു ഇമോഷണൽ റെസിലൻസ് ആണത്. എല്ലാം നമ്മുടെ കൺട്രോളിലല്ല. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു അല്ലെങ്കിൽ പുറത്ത് നടക്കുന്നത് നമുക്ക് മാറ്റാൻ പറ്റില്ല. അല്ലെ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. നമ്മുടെ റിയാക്ഷൻ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. സോ ലെറ്റ് ഗോ ഓഫ് തിങ് യു കാൺ കൺട്രോൾ. അല്ലേ, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം എന്നില്ല. നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ചിലപ്പോൾ കാണാനോ കേൾക്കാനോ ഒക്കെ മാത്രമേ പറ്റത്തുള്ളൂ. എല്ലാത്തിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റിയാക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് നോക്കി ജീവിക്കാൻ പഠിക്കുക. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മൈൻഡ്ഫുൾ ലിവിങ് ആണ്. ലിവിങ് ഇൻ ദി പ്രസൻറ്റ് മൊമെൻറ്റ്. അല്ലേ, നമ്മളെപ്പോഴും പാസ്റ്റിനെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കാതെ, ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ച് ആൻസൈറ്റി കൂട്ടാതെ ഈ ഒരു മൊമെൻറ്റിൽ ജീവിക്കാൻ പഠിക്കുക. പാസ്റ്റിൽ എന്തായിരുന്നെന്നോ ഇനി ഫ്യൂച്ചറിൽ എന്താകുമെന്നോ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. പാസ്റ്റിലുള്ളത് കഴിഞ്ഞു, പാസ്റ്റ് ഈസ് വേസ്റ്റ് എന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പാസ്റ്റിലുള്ള കാര്യങ്ങൾ ഓർത്ത് ദുഃഖപ്പെടാനോ അല്ലെങ്കിൽ ഇനി ഫ്യൂച്ചറിൽ എന്താവുമെന്നോ ഓർത്ത് ആൻസൈറ്റി അടിച്ചിരിക്കാതോ ചെയ്യാതെ നമ്മുടെ പ്രസൻറ്റിൽ എന്താണോ ഉള്ളത് അതിൽ നമ്മൾ എൻജോയ് ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഉള്ളിലെ സന്തോഷം തന്നെ കൂടി വരുന്നത് നമുക്കിതിലൂടെ കാണാൻ പറ്റും. നമ്മുടെ സന്തോഷം ഈ പ്രസൻറ്റിൽ നമ്മൾ ഹാപ്പി ആയിരുന്നാൽ തന്നെ നമുക്ക് നമ്മുടെ മൈൻഡ് ഹാപ്പി ആവും, നമ്മുടെ ആക്ടിവിറ്റീസ് എല്ലാം നന്നായിട്ട് നടക്കും. അപ്പോൾ അത് ഒന്ന് ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇൻസ്പയറിങ് ആൻഡ് മോട്ടിവേഷണൽ ടോൺ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക. അതായത് സന്തോഷം എന്ന് വെച്ചാൽ അതൊരു ഡെസ്റ്റിനേഷൻ അല്ല, അതൊരു ജേണിയാണ്. നമ്മൾ ചൂസ് ചെയ്യേണ്ടതാണ്. അല്ലേ, നമുക്ക് സന്തോഷം വേണമെന്നുള്ളത് അല്ലെങ്കിൽ നമ്മൾ സാഡായിരിക്കണോ നമ്മൾ ഹാപ്പി ആയിരിക്കണോ എന്നുള്ളത് നമ്മളാണ് ചൂസ് ചെയ്യേണ്ടത്. അല്ലേ, അത് നമ്മൾ ചൂസ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാനുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അല്ലെ, കോൾ ടു ആക്ഷൻ. നമ്മൾ ആക്ഷനിലേക്ക് ഇറങ്ങുക. നമ്മൾ ചിരിക്കണോ കരയണോ അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടിരിക്കണോ എന്നുള്ളത് നമ്മുടെ മൈൻഡിനെ നമ്മളാണത് പറഞ്ഞ് ചെയ്യിക്കാനുള്ളത്. അല്ലാതെ മറ്റുള്ളവർക്ക് ചെയ്യുന്നത് കണ്ട് നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ വിഷമിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു പാതയിലേക്ക് നമ്മൾ പോകും. നമ്മളായിട്ട് നമ്മുടെ മൈൻഡിനെ നമ്മൾ ഹാപ്പിയാക്കുക. കോൾ ടു ആക്ഷൻ. അല്ലേ, നിങ്ങൾക്ക് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ
നിങ്ങൾ തീർച്ചയായും ലൈക്ക് ബട്ടൺ അടിക്കാൻ മറക്കരുത്. നിങ്ങൾ സന്തോഷമാക്കാൻ തോന്നിപ്പിക്കുന്ന എന്താണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടിയത് എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നല്ലൊരു നാളേക്കായിട്ട് സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. താങ്ക്